രോഗകാരണമായിട്ടുള്ള ആഹാരം തുടർന്നിട്ട് വേറെ എന്തെങ്കിലും പരിഹാരങ്ങളായി ഗുളികകളോ ലേഹ്യങ്ങളോ കഴിക്കുന്ന ഒരു ഏർപ്പാടല്ല പ്രകൃതി ചികിത്സയ്ക്കുള്ളത്. അപ്പോൾ ഇവിടെ പഴങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, വേവിക്കാത്ത പച്ചക്കറികൾക്ക് പ്രാധാന്യമുണ്ട്. ആ പഴങ്ങളിൽ തന്നെ ഫ്രൂട്ട് പായസം, അതീവ രുചിയുള്ള വേവിക്കാത്ത ഫ്രൂട്ട് പായസങ്ങളുണ്ട്. ശർക്കര പാനീയം, തേങ്ങാപ്പാലും പഴങ്ങളും വിവിധതരം പഴങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള പഴപ്പായസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ധാരാളം കുഞ്ഞുങ്ങൾ പ്രകൃതി ചികിത്സയ്ക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രകൃതി ചികിത്സയുടെ ഒരു മെച്ചം ഇപ്പോൾ വളരെയധികം ആളുകളിലേക്ക് എത്തിയത് കൊണ്ട് കൊച്ചു കുട്ടികളെ ചികിത്സയ്ക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് ഒരുപക്ഷെ ഒരു ഏത്തപ്പഴം എടുത്തു കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെങ്ങമ്പഴം എടുത്തു കൊടുത്തുകൊണ്ടോ ആ കുട്ടി തൃപ്തിയായെന്ന് വരില്ല. പക്ഷെ ഒരു ഐസ്ക്രീമിനേക്കാളും ടേസ്റ്റി ആയിട്ട് ഒരു പ്രകൃതി ഫ്രൂട്ട് പായസം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഫ്രൂട്ട് ക്രീം ഞങ്ങൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈന്തപ്പഴക്കൂട്ട്, ഈന്തപ്പഴവും തേങ്ങയും ശർക്കരയും കശുവണ്ടിപ്പരിപ്പും എള്ളും എല്ലാം കൂടി ചേർത്തുകൊണ്ടൊരു മിക്സ്ചർ കൊടുക്കുമ്പോൾ കുട്ടിയുടെ ഒരു ആകാംക്ഷയുണ്ട്, അത് കാണാൻ ഭംഗിയുണ്ട്, കഴിക്കുമ്പോൾ നല്ല മധുരവും രുചിയുണ്ട്. ഈസ് ഡെലീഷ്യസ്. അങ്ങനെ കുട്ടികൾ, അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട് പായസം ഇപ്പോൾ കൂടുതൽ കൊടുക്കാറുണ്ട്. അപ്പോൾ രോഗികൾക്കും അത് സന്തോഷമാണ്. അംഗീകാരങ്ങൾക്കും അവാർഡുകൾക്കും ഒന്നും തന്റെ നാൾവഴികളിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കാത്ത ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രചോദനം രോഗമില്ലാത്ത ഒരു ലോകക്രമമാണ്. അത്തരമൊരു ലോകത്തെ സൃഷ്ടിക്കാനായാൽ അതുതന്നെയാവും ഏറ്റവും വലിയ ഒരു അംഗീകാരമായി ഇദ്ദേഹം വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും രോഗങ്ങളില്ലാതെ മനുഷ്യൻ ജീവിക്കുന്ന ഒരു ലോകം സാധ്യമാണ്. വലിയ താമസമില്ലാതെ അതുണ്ടാകുകയും ചെയ്യും. ഡോക്ടർ ജേക്കബ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൂർണ്ണ സ്വരാജ് ആഗ്രഹിക്കുമ്പോൾ ആ ഗാന്ധിയൻ സങ്കല്പത്തിന് കുടപിടിക്കാൻ ഭാവി ലോകത്തിന് സാധിക്കുമെങ്കിൽ തീർച്ചയായും ആ മഹാത്മാവിന്റെ ആത്മാവ് സായുജ്യമടയും. ഗാന്ധിജിയുടെ ലോകത്ത് മനുഷ്യനെ നയിക്കാൻ സാധിക്കുന്നതിൽ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടും അഭിമാനിക്കാം. എന്തെന്നാൽ ഇദ്ദേഹം ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് മാനവരാശിയെ നയിക്കുന്നത്. അതെ, തമസോമ ജ്യോതിർഗമയ.